മരം കൊണ്ട് അതിമനോഹരമായ സൃഷ്ടികൾ ഉണ്ടാക്കുന്ന, ആരെയും അതിശയിപ്പിക്കുന്ന മലപ്പുറം നിലമ്പൂർ അകമ്പാടം സ്വദേശി മുഹമ്മദ് അലി എന്ന ബിച്ചാവയെ നമുക്കൊന്ന് പരിചയപ്പെടാം. മരത്തിൽ ബിച്ചാവയൊരുക്കുന്ന കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്നതിനായി നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ ഒരു പ്രത്യേക പ്രദർശന ഇടം തന്നെയുണ്ട്. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മുതൽ വിദേശ രാജാക്കന്മാർ വരെ ഈ നിലമ്പൂരുകാരന്റെ അത്യുജ്വല സൃഷ്ടികൾ ഏറ്റുവാങ്ങിയവരാണ്. ബിച്ചാവയ്ക്കൊപ്പമാണ് അഷ്കർ അലി കരിമ്പ. കേരളത്തിൻ്റെ മലപ്പുറത്ത് നിലമ്പൂരിൻ്റെ ഈ മലയോര മേഖലയിൽ നിന്ന് അങ്ങ് കടൽ കടന്ന് വിദേശത്തേക്ക് വരെ എത്തിയ കരകൗശല നിർമ്മാണത്തിൻ്റെ ഒരു അതുല്യ പ്രതിഭയാണ് എൻ്റെ കൂടെയുള്ളത്. പേര് ബിച്ചാവ, മുഹമ്മദ് അലി എന്നാണ് ശരിക്കും പേരിൽ. എങ്ങനെയാണ് ഈ കരകൗശല നിർമ്മാണത്തിന് ഇത്ര ഒരു വളരെ വ്യത്യസ്തമായൊരു രീതിയാണത്? അത് ഞാൻ ഇത് മനസ്സിലുണ്ടെങ്കിലും നമ്മളിത് ചെയ്യാൻ കുറേ വൈകിപ്പോയി. അങ്ങനെ ചെയ്യുന്നുണ്ട്, ചെറിയ ഐറ്റംസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകെ തന്നെ ആയതുകൊണ്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന മാറ്റി ചെയ്യണം എന്നുള്ളൊരു ചിന്തയുണ്ട്. ചില ഗൾഫിലായിരുന്നു, പിന്നെ ടൈലറിങ് ആയിരുന്നു വർക്ക്. പിന്നെ ഇതിലേക്ക് വന്നപ്പോൾ നമ്മളിതെല്ലാം ഇതിൽ നിറച്ച് വെച്ച് കാരണം ഗൾഫിൽ പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് വേറുള്ളവർ ചെയ്യുന്നതിന് മാറിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഇതിൽ അങ്ങനെ വന്നു. ബിച്ചാവയുടെ ഈ നിർമ്മാണ ഇതൊക്കെ പലതും കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. ഇതിപ്പോൾ മരം കൊത്തിയാണ് അല്ലേ? മരം കൊത്തി ഇങ്ങനെ കൊട്ടുന്ന രീതിയിലുള്ള ഇതിൻ്റെ റോപ്പ് ഫിറ്റ് ചെയ്തില്ല. ഇതിവിടെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും പോയിട്ട് നല്ല സൗണ്ടാണ് ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് ആശയങ്ങളിലേക്ക്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഓരോ ചിന്തി ഇത് മാത്രമാണ്. പിന്നെ നമ്മൾ എല്ലാവരും പറയും അതിൻ്റെ സ്വന്തം സൃഷ്ടിയാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ പടച്ചവനായി പോയില്ല. നമുക്ക് എന്തെങ്കിലും ഒരു എവിടെന്നെങ്കിലും ഉണ്ടാവും. അതിൽ അതുപോലെ അല്ലാതെ മാറ്റം വരുത്തി ചെയ്യുക എന്നുള്ളതാണ്. പല ഇത്തരത്തിൽ സൃഷ്ടിച്ച പല സൃഷ്ടികളും ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദേശത്തേക്കൊക്കെ എത്തിയത് ഒരുപാട് പോയിട്ടുണ്ട്. ആർക്കൊക്കെ ഇത് എവിടേക്ക് എത്തി? ഇതിപ്പോൾ പോയതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്നത് ഒന്ന് ദുബായ് രാജാവിന്, പിന്നെ അമേരിക്കൻ സ്ഥാനപതിക്ക് കൊടുത്തായിട്ട് അറിയാം. പിന്നെ അതുപോലെ പല സ്ഥലത്തും കൊടുത്തൊന്നും നമ്മൾക്ക് അറിയില്ല. കാരണം അന്ന് മുഖ്യമന്ത്രി പോകുന്ന സമയത്ത് 12 ഐറ്റം കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ ഈ ദുബായ് രാജാവിന് കൊടുത്തത് നമ്മൾക്ക് ഫോട്ടോ കിട്ടിയിട്ടുള്ളൂ. ഒരു തേക്ക് മ്യൂസിയത്തിൽ ബിച്ചാവയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊരു മുറി ഉണ്ട്. അത് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള ആളുകൾ ചെയ്താൽ നമ്മളവിടെ പ്രദർശനത്തിന് നമ്മൾ കൊണ്ടുവെക്കലാണ്. ഇത് അവർ അങ്ങനെയല്ല, നമ്മളേക്കൊന്ന് വിലക്ക് വാങ്ങിയിട്ട് ഒരിത്. പിന്നെ അവരൊരു ഭയങ്കര സഹകരണം എന്ന് പറഞ്ഞാൽ ആര് വന്ന് ചോദിച്ചാലും ഇപ്പം നമ്മളെ നമ്പർ ഇത് ആര് ചെയ്താന്ന് ചോദിച്ചാൽ വേറെ വർത്താനം എല്ലാവരും നമ്പർ ഇത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. എന്നാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം ഇപ്പോൾ ബിച്ചാവ വൈറലാണ് എന്നുള്ളതാണ്. ബിച്ചാവയുടെ ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ കണ്ട് പല നാടുകളിൽ നിന്ന്, കേരളത്തിനകത്തു നിന്ന് പുറത്ത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് അടക്കം ഇപ്പോൾ ബിച്ചാവയെ തേടി പലരും എത്തുന്നു, പല ഫോൺ വിളികളും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്രയേറെ ഒരു കഴിവ് അദ്ദേഹത്തിൻ്റെ മരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകതയും. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അരുളായ്ക്കൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.